പിന്നെ എടുത്തു പറയേണ്ടത് ഈ ബേസിൽ ചാന്ദിനി ആ ഒരു കോമ്പിനേഷൻ സീനുകൾ ഭയങ്കരമായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. നല്ല രസമായിട്ട് പടം പോയിട്ടുണ്ട്. തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു അങ്ങനെ ഒരു മൂവിയാണ് പടം. ഒരു മേക്കിംഗ് ഇതിൻ്റെ എഡിറ്റിങ്ങിലാണ് കാര്യം. അത്രയും നമ്മളെ ഇൻ്റർവ്യൂലൊക്കെ ഓരോ സീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഷോട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഉടനാണ് ഒരു രക്ഷയില്ലാതെ ഒരു ലാഗില്ലാതെ നമ്മൾ ഫുൾ ടൈം നമ്മൾ എൻഗേജ്ഡ് ആക്കി കൊണ്ടുപോകുന്ന ഒരു പടമാണ്. പിന്നെ നമ്മളെ ബേസിലിൻ്റെ കാര്യം, ബേസിൽ ഈ ചെയ്യുന്ന എല്ലാ ക്യാരക്ടറും പുള്ളി ഡിഫറെൻ്റ് ആണ്. അല്ല ഗൈസ്, ചൂട്ടൊക്കെ ടൈപ്പിൻ്റെ പുതിയൊരു റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രാവൻകൂട് ഷാപ്പ് ശ്രീനിവാസൻ എഴുതി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ സൗബിൻ സാഗർ, ബേസിൽ ജോസഫ്, ചെമ്പൻ വിനോദ്, ചാന്ദിനി അങ്ങനെ ഒരുപാട് താരനിരകളുണ്ട്. അപ്പോൾ പ്രാവൻകൂട് ഷാപ്പിൻ്റെ റിവ്യൂ ചോദിച്ചറിയാം. നിങ്ങളും ഈ പടം കണ്ടവിടെയാണെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ പ്രാവൻകൂട് ഷാപ്പിൻ്റെ റിവ്യൂലോട്ട് പോകാം. പടം ഒരു മേക്കിംഗ് ഇതിൻ്റെ എഡിറ്റിങ്ങിലാണ് കാര്യം. അത്രയും നമ്മളെ ഇൻ്റർവ്യൂലൊക്കെ ഓരോ സീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഷോട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ബേസിലേക്ക് പെർഫോമൻസ് ബെസ്റ്റ് പെർഫോമൻസ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ബേസിൽ നമ്മുടെ ചെമ്പൻ വിനോദ്, ചാന്ദിനി ഇവരെല്ലാവരും അവരുടെ ബെസ്റ്റ് പെർഫോമൻസ്. അതിന് ഉപരി ഉണ്ടല്ലോ ഇതിനകത്ത് ഒരു കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെയൊക്കെ പെർഫോമൻസ് കിടിലം പെർഫോമൻസ് ആണ്. മസ്റ്റുമായിട്ട് തിയേറ്റർ ആട്ടോ, തിയേറ്ററിൽ തന്നെ ഇത് കാണണം. എന്നാലേ ഉള്ളൂ നമുക്ക് ആ ചടുലത അറിയത്തുള്ളൂ, അതിൻ്റെ മേക്കിങ്ങിൻ്റെ രീതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കിടുപ്പം പടം, മസ്റ്റ് വാച്ച് തിയേറ്റർ. ക്ലൈമാക്സ് ഒക്കെ കലക്കിയിട്ടുണ്ട്. ഓക്കെ. പല കൺഫ്യൂഷനുണ്ട് എനിക്ക്. പ്രേക്ഷകർ എത്രത്തോളം ഏറ്റെടുക്കും എന്നുള്ളതിന് എനിക്ക് സംശയമുണ്ട്. കാരണം കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പറയട്ടെ, പഴയ കോമഡികളൊക്കെ തന്നെയാണ്. പക്ഷേ കുറച്ചും കൂടെ ഇത് ഡെവലപ്പാക്കായിരുന്നു, സ്ക്രിപ്റ്റിൽ കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യായിരുന്നു. കാരണം ഇത് സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകരിലേക്ക് ഇത് എത്താൻ ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് പെട്ടെന്ന് റിലേറ്റ് ആവില്ല. അപ്പോൾ ഇത് കുറച്ചും കൂടെ മാറ്റം വരുത്താമായിരുന്നു. പിന്നെ അഭിനയം നമുക്കറിയാം, സൗബിൻ, ചെമ്പൻ വിനോദ്, പിന്നെ അതുപോലെ തന്നെ ബേസിൽ ജോസഫ് എന്ന് പറയുമ്പോൾ മലയാളത്തിലേക്ക് ഇപ്പം വളർന്നു വരുന്ന ഒരു യുവതാരമാണ്. പക്ഷേ അദ്ദേഹത്തിന് കുറച്ചും കൂടെ ടൈപ്പ് കാസ്റ്റ് വരുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എൻ്റെ ഒപ്പീനിയനാണ്. അത് എല്ലാവർക്കും പറ്റും അങ്ങനെ തോന്നണമെന്നില്ല. കുറച്ചും കൂടെ മാറ്റം വരുത്താം. അതായത് ആ സിനിമയിൽ കണ്ട അതേ ക്യാരക്ടർ, അതേ സാധനം തന്നെ ഈ സിനിമയിലേക്ക് നമുക്ക് വർക്കാവുന്നതായിട്ട് തോന്നുന്നുണ്ട്. കുറച്ചും കൂടെ മാറ്റം വരുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു നടനാണ്, വളരെ ഭാഗ്യമുള്ളൊരു നടനാണ് മലയാളത്തിൻ്റെ. അദ്ദേഹത്തിന് ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ അദ്ദേഹത്തിന് അത് ഫീൽ ചെയ്യുമെങ്കിൽ എൻ്റെ കുഴപ്പമല്ല. ഓവറോൾ പടം ഞാൻ പറഞ്ഞില്ലേ, പ്രേക്ഷകർ സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല സിനിമ. കുറച്ച് അവിടെ ഒരു പോരായ്മയുണ്ട്. ആ പോരായ്മ കുറച്ചും കൂടെ മാറ്റിയെടുക്കാൻ പറ്റുന്നു. പക്ഷേ ഫൈനലൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ റിവ്യൂ ഒക്കെ പറഞ്ഞ് പോകുന്നതുകൊണ്ട്, സിനിമകൾ കൂടുതൽ ശ്രദ്ധിക്കുന്നതുകൊണ്ട് നമുക്കത് മനസ്സിലായി. പക്ഷേ സാധാരണക്കാരായിട്ട് മനുഷ്യർക്ക് പെട്ടെന്ന് ആവില്ല. ഉടനാണ് ഒരു രക്ഷയില്ലാതെ ഒരു ലാഗില്ലാതെ നമ്മൾ ഫുൾ ടൈം നമ്മൾ എൻഗേജ്ഡ് ആക്കി കൊണ്ടുപോകുന്ന ഒരു പടമാണ്. പിന്നെ നമ്മളെ ബേസിലിൻ്റെ കാര്യം, ബേസിൽ ഈ ചെയ്യുന്ന എല്ലാ ക്യാരക്ടറും പുള്ളി ഡിഫറെൻ്റ് ആണ്. ആ പുള്ളി ഏത് പടം അഭിനയിച്ചാലും നമുക്ക് ഒരു കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മോശമായിട്ടുള്ള ഒന്നും പറയാനില്ല ബേസിലിനെ പറ്റും. ഇതിലെ പിന്നെ ക്യാരക്ടറുകൾ ഓരോ കാസ്റ്റിങ്ങും എല്ലാം പെർഫെക്റ്റ് ആട്ടോ. ചെമ്പനായാലും എല്ലാവരും നല്ല അഭിനയം. നല്ലൊരു സസ്പെൻസ് ത്രില്ലറാണ്. ഒട്ടും ലാഗില്ലാതെ നമ്മൾ എൻഗേജ്ഡ് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പടം നല്ല സൂപ്പർ പടമാണ്, കണ്ടിരിക്കാം. ബ്ലോക്ക്ബസ്റ്ററാകാൻ ചാൻസ് ഉണ്ടോ നമുക്ക് അങ്ങനെ ഒരു അത്രക്കൊന്നും പറയാൻ. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമയെന്ന് കുറച്ച് ചേഞ്ചുള്ള സിനിമയാണ്. ചിരിക്കാനും ഉണ്ട്, അതേപോലെ തന്നെ കുറച്ച് അത്യാവശ്യം നല്ല ത്രില്ലടിച്ചിരിക്കാവുന്ന കോമഡികളും ഉണ്ട്. എല്ലാം ഉണ്ട്, എല്ലാം രസമാണ്. എന്തായാലും എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയട്ടെ. നമ്മൾ അഭിനയിച്ചവർ തന്നെ പറയുന്നതിൽ അതിലൊരു ആലോചന ഉണ്ടല്ലോ. പടം കൊള്ളായിരുന്നു. നല്ലൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ജോണറിൽ പോകുന്നൊരു പടമാണ്. ഫസ്റ്റ് ഹാഫ് ഭയങ്കര സീരിയസ് ആയിട്ടാണ് പോകുന്നത്. ബേസ്ഡ് ഓൺ ഈ ഒരു കൊലപാതകമാണ്, ഒരു ഷാപ്പിൽ നടക്കുന്ന ഒരു കൊലപാതകമാണ്. ആ കൊലപാതകം ബേസ് ചെയ്ത് പോകുന്നൊരു സ്റ്റോറി. ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര സീരിയസ് ആയിട്ട് പോകുന്നു. ഭയങ്കര അന്വേഷണം ഈ പറഞ്ഞ ബേസിലാണ്. ഭയങ്കര ഒരു സീരിയസ് ആയിട്ട് ഭയങ്കര പെട്ടെന്ന് തെളിവുകൾ കണ്ടുപിടിച്ചിട്ട് ഇൻവെസ്റ്റിഗേഷൻ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു. ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ ഫസ്റ്റ് ഹാഫ് ആയി. സെക്കൻഡ് ഹാഫ് വരുമ്പോൾ എന്തായാലും ഡിഫറെൻ്റ് ആയിട്ടൊരു രീതിയിലാണ് പടം കൊണ്ടുവയ്ക്കുന്നത്. വെച്ചാൽ നമ്മൾ അറിയാലോ ട്വിസ്റ്റുകളായി ഒരു കളി എന്താ വെച്ചാൽ നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് സിറ്റുവേഷനിൽ പോകുമ്പോൾ അവിടെ ആ പോയിന്റ് കൊണ്ടുവന്നിട്ട് കോമഡി വെച്ചേക്കാം. അവിടെ നമ്മൾ ചിരിച്ചങ്ങോട്ട് ഭയങ്കരമായിട്ട് എനർജി വരും, ഭയങ്കരമായിട്ട് ചിരിക്കും. അങ്ങനെയാണ് പടം പോകുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് ഈ ബേസിൽ ചാന്ദിനി ആ ഒരു കോമ്പിനേഷൻ സീനുകൾ ഭയങ്കരമായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. നല്ല രസമായിട്ട് പടം പോയിട്ടുണ്ട്. തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു അങ്ങനെ ഒരു മൂവിയാണ്. ഇതിൽ ക്ലൈമാക്സ് ഒരു ട്വിസ്റ്റ് ഉണ്ട്, അതാണ് കാണേണ്ടത്. അപ്പോൾ അതെല്ലാവരും കണ്ടാൽ അറിയാം. നല്ല ത്രൂ ഔട്ട് കോമഡി ഉണ്ട്, സസ്പെൻസും എല്ലാം ഉണ്ട്. ലാസ്റ്റ് ട്വിസ്റ്റ് കുറേ. സെക്കൻഡ് ഹാഫ് ഫുൾ ട്വിസ്റ്റാണ്.
കോമഡി ഉണ്ട്, നന്നായിട്ടുണ്ട്. മൊത്തത്തിൽ അടിപൊളിയാണ്. സ്ലാപ്സ്റ്റിക് കോമഡിയൊക്കെ നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട്. ഈ അടുത്ത കാലത്താണ് സ്ലാപ്സ്റ്റിക് കോമഡിയൊക്കെ നന്നായിട്ട് ഒറിജിനാലിറ്റി തോന്നുന്ന ഒരു സിനിമ ആദ്യമായിട്ടാണ് കാണുന്നത്. കുറച്ച് നാളായി കണ്ടിട്ട്. ബേസിലൊക്കെ ഒരു പ്രത്യേകതരം കോമഡിയാണ്, ചിരിക്കാനായിട്ട് നന്നായി എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു തിയേറ്ററിനകത്ത്. പിന്നെ സോബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രത്യേകതരം ക്യാരക്ടറാണ്. ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കണ്ടിട്ടില്ല. നടത്തത്തിലാണെങ്കിൽ ബോഡി ലാംഗ്വേജ് ആണെങ്കിലും ഒരു പ്രത്യേകതരം ക്യാരക്ടറാണ്. മൊത്തത്തിൽ പടം കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞ ഒരു ത്രില്ലറാണ്, ഇൻവെസ്റ്റിഗേഷനാണ്. നന്നായിട്ട് ഒരുപാട് ട്വിസ്റ്റ് ഉണ്ട്, നന്നായി ചിരിക്കാനുണ്ട്. എന്തായാലും ഈ ചിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ എന്തായാലും തിയേറ്ററിൽ വന്ന് ഈ പടം കാണാം, നന്നായി വർക്കാവും.